വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. അപ്പോൾ മൈക്രോ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷനാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. എക്കണോമിക് ആക്ടിവിറ്റീസിനെ തരം തിരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഓർഗനൈസേഷൻ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. ഇതിൽ നമ്മൾ 3 തരത്തിലുള്ള എക്കോണമിയെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. ആദ്യത്തേതാണ് മാർക്കറ്റ് എക്കോണമി അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. അതായത് ഇവിടെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. അതായത് എല്ലാ സാധനങ്ങളുടെയും അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന്റെ എല്ലാം ഓണർഷിപ്പും തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ആരാണ്? മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈയിലൂടെയാണ് പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യുന്നത്. പ്രൈവറ്റ് ആയിട്ടുള്ള വ്യക്തികൾക്കാണ് അവിടെ ഓണർഷിപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. പ്രൈവറ്റ് വ്യക്തികളുടേതാകുമ്പോൾ അവരുടെ ലക്ഷ്യം എന്തായിരിക്കും? ലാഭലക്ഷ്യം, പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഇവിടെ വളരെ കുറവായിരിക്കും. ദെൻ രണ്ടാമത്തേതാണ് സെൻട്രലി പ്ലാൻഡ് എക്കോണമി അഥവാ സോഷ്യലിസ്റ്റ് എക്കോണമി, സോഷ്യലിസം. അപ്പൊ ഇവിടെ പേര് കേൾക്കുമ്പോൾ തന്നെ സെൻട്രലി പ്ലാൻഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുക സെൻട്രൽ ഗവൺമെന്റ് എന്ന് ഓർക്കുക. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുന്നതും റിസോഴ്സിന്റെ ഓണർഷിപ്പ്, വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം എല്ലാം ആരുടേതായിരിക്കും? ഗവൺമെന്റിൻ്റെതായിരിക്കും. പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സെൻട്രൽ എക്കണോമിക് പ്ലാനിങ്ങിലൂടെയായിരിക്കും. പ്ലാനിങ് അതോറിറ്റി ഉണ്ടാകും. ദെൻ അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. ഗവൺമെന്റിൻ്റെതായതുകൊണ്ട് തന്നെ അവിടെ ലക്ഷ്യം എന്തായിരിക്കും? ഗവൺമെന്റിന്റെ ആയതുകൊണ്ട് തന്നെ അവിടെ ലക്ഷ്യം എന്ന് പറയുന്നത് സോഷ്യൽ സർവീസ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ചൈന എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തേതാണ് മിക്സഡ് എക്കോണമി. മിക്സഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും കൂടി ഒരുമിച്ചിട്ട് വരുന്നതാണ് മിക്സഡ് എക്കോണമി. രണ്ടിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറിറ്റ്സ് മാത്രമാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. പ്രൈവറ്റും പബ്ലിക്കും ഉണ്ട്, എക്കണോമിക് പ്ലാനിങ്ങും പ്രൈസ് മെക്കാനിസം ഉണ്ട്, കോമ്പറ്റീഷൻ ഉണ്ട്, എന്നാൽ ഗവൺമെന്റ് ഇടപെടലുകളും ഉണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, എന്നാൽ ഗവൺമെന്റ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ ഇന്ത്യ. ഓക്കെ, ഇതാണ് ആ 3. ദെൻ ലാസ്റ്റ് ടോപ്പിക് ആണ് പോസിറ്റീവ് ആൻഡ് നോർമേറ്റീവ് എക്കണോമിക്സ്. വളരെ സിമ്പിൾ ആണ്, ഒരു 2 മാർക്സിലേക്ക് മാത്രം പഠിച്ചാൽ മതി. നമ്മളൊരു എക്കണോമിക് പ്രോബ്ലത്തിനെ അതെന്താണെന്ന് മാത്രം അനലൈസ് ചെയ്താൽ അതാണ് പോസിറ്റീവ് എക്കണോമിക്സ്. അൺഎംപ്ലോയ്മെന്റ് 10% ആണ് എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവ് എക്കണോമിക്സ് ആണ്. ജസ്റ്റ് അത് എന്താണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അവിടെ ഒരു വാല്യൂ ജഡ്ജ്മെന്റ് ഒന്നും ഇല്ല. അതേസമയം നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അതല്ല. നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് യു അനലൈസ് എ പ്രോബ്ലം ആസ് വാട്ട് ഇറ്റ് ഔട്ട് ടു ബി ആണ്. അതെന്തായി തീരുന്നു, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ളൊരു വാല്യൂ ജഡ്ജ്മെന്റ് കൂടി അവിടെ വരുമ്പോഴാണ് അതെന്താകുന്നത്? നോർമേറ്റീവ് എക്കണോമിക്സ് ആകുന്നത്. ദെൻ സിമ്പിൾ ആയിട്ടുള്ള മൈക്രോ മാക്രോ എക്കണോമിക്സിന്റെ ഡിഫറൻസ് ആണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നും മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ലാർജ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ മൈക്രോ എക്കണോമിക്സിൽ എക്കോണമിയിലെ സ്മോൾ ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, കൺസ്യൂമേഴ്സ്, ഇതിനെയൊക്കെ പറ്റി. എന്നാൽ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ടോട്ടൽ പ്രോഡക്റ്റ്, നാഷണൽ ഇൻകം, ജനറൽ പ്രൈസ് ലെവൽ, എക്കണോമിക് ഗ്രോത്ത്, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളാണ് പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ് പ്രൈസ് തിയറി എന്നറിയപ്പെടുന്നു, മാക്രോ എക്കണോമിക്സ് അഗ്രിഗേറ്റ് എക്കണോമിക്സ് എന്നറിയപ്പെടുന്നു. മൈക്രോയെ നമുക്ക് ഫ്രം ദ ബേർഡ് വ്യൂ, മൈക്രോ എക്കണോമിക്സിനെ നമ്മൾ വേംസ് ഐ വ്യൂ എന്ന് പറയാറുണ്ട്. പുഴുവിന്റെ കണ്ണിലൂടെ പുഴു ഫോറസ്റ്റിൽ നോക്കിക്കണ്ട് എങ്ങനെയുണ്ടാവും, അതുപോലെ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിൽ പെടുള്ളൂ. അതേസമയം മാക്രോ എക്കണോമിക്സിന് നമ്മൾ ബേർഡ്സ് ഐ വ്യൂ ഓഫ് ദ എക്കോണമി എന്നും പറയാറുണ്ട്. ഇതോട് കൂടിയിട്ട് നമ്മുടെ മൈക്രോ എക്കണോമിക്സിന്റെ ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആകുകയാണ്. നമ്മുടെ ഓൺ എക്സാമിലേക്ക് വേണ്ടിയിട്ട് 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ നമ്മുടെ കംപ്ലീറ്റ് ആയി, ഇനി 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ചാപ്റ്റേഴ്സ് എല്ലാം മുടങ്ങാതെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്